ഞാൻ വിചാരിച്ചു കുഞ്ഞമ്മാൻ എഴുന്നേറ്റുണ്ടാവില്ല. ഞാൻ 5:30 മണിക്ക് എഴുന്നേറ്റു. സ്ഥലമൊക്കെ ഒന്ന് ചുറ്റി കാണുകയായിരുന്നു. മറ്റിങ്ങ വല്ലാതെ വീഴുന്നുണ്ട്. വെള്ളം നനയ്ക്കണം. ആരും ഒന്നും ശ്രദ്ധിക്കാറില്ലല്ലേ? നേരം കിട്ടണ്ടേ കുഞ്ഞമ്മാവ? വർക്ക്ഷോപ്പ് കാര്യങ്ങള്, പിന്നെ അച്ഛൻ ഇവ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറേ ഇല്ല. മൂപ്പര് വെളുപ്പിനെഴുന്നേറ്റ് പോകുന്നുണ്ടു. വ്യായാമം മറ്റാണോ? ഏയ് അമ്പലം, ഫുൾ ടൈം അമ്പലത്തിലാ. അമ്മ പറഞ്ഞു രാത്രി മുഴുവൻ കുഞ്ഞമ്മാവനെ സംസാരിച്ച് കൊന്നു. രാത്രി മാത്രം വന്നപ്പോ തൊട്ട് കഴുത്തറപ്പായിരുന്നു. അമേരിക്കയിൽ ഇപ്പൊ ഡീസൽ എഞ്ചിൻ തീരെ ഇല്ലല്ലേ? കൂടുതലും പെട്രോളാ. ഫോർഡ് കമ്പനിക്കാർ പുതിയ വണ്ടി ഒന്നും ഇറക്കണല്ലേ? എനിക്കറിഞ്ഞൂടാ. ലെഫ്റ്റ് ഹാൻഡ് ഇവിടെ തീരെ പോണില്ല. ഈ റോൾസ് റോയ്സിന് ഇപ്പൊ എന്ത് വില ഉണ്ടാവും അമേരിക്കയില്? എന്റെ പൊന്നു ശ്രീധര, നിന്റെ അച്ഛനെ പോലെ നീയും തുടങ്ങല്ലേ. അല്ലാതെ അത് പോട്ടെ. പാലിച്ചു വല്ലം പറഞ്ഞോ? എന്ത്? അശ്വതി താമസക്കാരല്ലേ? അത് പറഞ്ഞു. അതിനിപ്പോ എന്താ പ്രശ്നം? അല്ല, ആരെയും പകവയ്ക്കാത്തൊരു പ്രകൃതക്കാരിയാ. അതുകൊണ്ടാണ് എനിക്ക് പേടി. ശരിക്കും അവളെ എന്തിനാ ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കിയത്? ഇതേ സ്വഭാവം കൊണ്ട് തന്നെ. അനുസരണശീലമില്ല. അവരുടെ ലോക്കൽ ഗാർഡിയനായി ശ്രീധരന്റെ പേരാ ഞാൻ കോളേജിൽ എഴുതി കൊടുത്തിരിക്കുന്നത്. ആയിക്കോട്ടെ. എല്ലാ കാര്യങ്ങളും ശ്രീധരൻ തന്നെ നോക്കണം. അതിപ്പോ എന്നോട് കുഞ്ഞമ്മാൻ പ്രത്യേകിച്ച് പറയണം. ശ്രീധരനെ പറ്റി എനിക്കറിയാം. ഒരു ലോക്കൽ ഗാർഡിയന്റെ എല്ലാ അധികാരവും ശ്രീധരൻ ഉപയോഗിക്കണം. ഞാൻ ഏറ്റവും ഞാൻ ഒരുപാട് പരിഷ്കാരവും സംസ്കാരവും ജീവിത രീതിയും ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്കിപ്പോഴും മണിയമ്പത്ത് തറവാട്ടിലെ ഒരു സാധാരണക്കാരന്റെ മനസ്സ് തന്നെയാ ഉള്ളത്. സ്വന്തവും ബന്ധവും തന്നെയാ എല്ലാറ്റിലും വലുത്. അതിനിപ്പോ എന്തുണ്ടായി കുഞ്ഞമ്മ? ഇതൊക്കെ പറയാൻ പറ്റിയ സന്ദർഭം ഇത് തന്നെയാണോ എന്ന് എനിക്കറിയില്ല. എന്നാലും ഞാനെന്റെ ശ്രീധരനോടല്ലേ പറയുന്നത്. അശ്വതിയുടെ പഠിത്തമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്റെ ഒരു ആഗ്രഹം പറയാൻ കേട്ടോ. ഏതായാലും അശ്വതി ശ്രീധരന്റെ മുറപ്പെണ്ണാണല്ലോ. അവളെ ശ്രീധരൻ തന്നെ കല്യാണം കഴിക്കുന്നതാണ് എനിക്കിഷ്ടം.